അപ്പോൾ ഗലാത്യർ 1:1 മുതൽ നമുക്ക് വായിക്കാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്. ഒരു സെക്കൻഡ്. അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് ആരാണ്? ശിഷ്യനാണ്. പൗലോസ് ഈ എഴുതിയ ആൾ. ആ പൗലോസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അത്ര ഡെപ്ത് പോകാൻ എനിക്ക് അറിഞ്ഞൂടെ. ഒരു വചനമൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, പുസ്തകം എഴുതിയ ആളാണ്. അപ്പോൾ പൗലോസ് എന്ന് പറയുന്ന സാധാ ഒരു മനുഷ്യനല്ല, അയാൾ അപ്പോസ്തലനും കൂടെയാണ്. അപ്പോസ്തലൻ എന്ന് പറയുന്നത് വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും ഏതെങ്കിലും കാര്യത്തിന് ആത്മീയ ലോകത്തിൽ വീര്യപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞത് എന്താണ്? പോൾ എന്ന് ആ വ്യക്തിയുടെ പേര് ആദ്യം വായിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ആൻ അപ്പോസ്റ്റൽ എന്ന് വെച്ചാൽ ഒരു അപ്പോസ്തലൻ. ആ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ വീര്യപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ കൃപാവരങ്ങളിൽ ഇല്ലാതെ വീര്യപ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് കിട്ടാതെ വീര്യപ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവിടെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? പോൾ എന്ന വ്യക്തി ഒരു അപ്പോസ്തലൻ, ആൻ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് അപ്പോസ്തലന്മാരുണ്ട്, അതിലൊരാൾ. അപ്പോൾ ഇവിടെ പോൾ എന്ന് എടുത്തു പറയുന്നു. അപ്പോൾ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ ഇവിടെ വന്നിട്ട് സെൻഡ് നോട്ട് ഫ്രം മെൻ, മനുഷ്യരിൽ നിന്നല്ല വിട്ടത്, മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ട് വിട്ടതല്ല. പിന്നെ പറയുന്നത് നോർ ബൈ എ മാൻ, ഒരു വ്യക്തിയിൽ നിന്നുമല്ല. ഞാനിത് നിർത്തി പറയാൻ കാരണം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വല്ലതും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കൊള്ളും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സെൻഡ് നോട്ട് ഫ്രം മാൻ നോർ ബൈ എ മാൻ, ഒരു മനുഷ്യരിൽ നിന്നോ മനുഷ്യരാൽ നിന്നോ വിട്ടതല്ല ഈ പറയുന്ന പൗലോസ്. ആ പൗലോസ് ഒരു അപ്പോസ്തലനാണ്. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ്. പരിചയം വാളും വച്ച് നടത്തുന്ന വീര്യപ്രവൃത്തിയല്ല, ആത്മീയത്തിലുള്ള വീര്യപ്രവൃത്തികൾ. കർത്താവ് എന്തെല്ലാം വീര്യപ്രവൃത്തികൾ ചെയ്തോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഉള്ള കൃപാവരം പ്രാപിച്ച ഒരു വ്യക്തി, ആ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി ആണ് ഈ അപ്പോസ്തലൻ എന്ന് സംബോധന ചെയ്യുന്നത്. ഇനി നമ്മളിങ്ങോട്ട് താഴോട്ട് പോകാം. ബട്ട് ബൈ ജീസസ്, പക്ഷെ അവിടെ പറയുന്നതെന്നാ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്നല്ല വിട്ടത്, പക്ഷേ യേശു ക്രിസ്തുവിൽ നിന്ന് വിട്ടത്. ആൻഡ് ഗോഡ് ഓഫ് ഫാദർ, പിതാവായ ദൈവത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഉയർപ്പിച്ച വ്യക്തി. അപ്പോൾ ഇത് ഇങ്ങനെ ഇത്രയും ഡിസ്ക്രിപ്ഷൻ എന്തിനു തരുന്നത്? കാരണം ആ വ്യക്തി സിമ്പിളല്ല, സാധാ ആളല്ല, സാധാ മനുഷ്യരുമല്ല. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് മനുഷ്യരാൽ തിരഞ്ഞെടുത്ത് പറഞ്ഞു വിട്ടതല്ല, ഒരു മനുഷ്യൻ വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തതുമല്ല. തിരഞ്ഞെടുത്തതാണ് പക്ഷേ യേശു ക്രിസ്തുവിനാലും ആൻഡ് ഗോഡ് ഓഫ് ഫാദർ, ദൈവത്തിൻ്റെ പുത്രനും ഹു റേസ്ഡ് ഹിം എന്ന് വെച്ചാൽ ആ ദൈവം ഈ പറയുന്ന യേശുവിനെ ഉയർപ്പിച്ച വ്യക്തി. മരിച്ച് അടക്കപ്പെട്ട് നേർന്നപ്പോൾ ഉയർപ്പിച്ചതാര്? ദൈവം. ആ ദൈവമാണ് വിട്ടത്. എന്നിട്ട് ആ രണ്ടാമത്തെ വാക്യം ആൻഡ് ഓൾ ദ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വിത്ത് മീ. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? മലയാളം വായിച്ച രണ്ടാമത്തെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലത്രേ അപ്പോസ്തലന്മാരായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്. കൂടെ ഉള്ള ആൻഡ് ഓൾ ദ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വിത്ത് മീ, എൻ്റെ കൂടെ ഉള്ള സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അവരെല്ലാം കൂടെ ചേർന്നാണ് ഇപ്പോൾ ഒരു കാര്യം പറയാൻ പോണത്. അപ്പോൾ ഇവരെല്ലാം വ്യക്തമായിട്ട് പൗലോസിൻ്റെ കൂടെ നടക്കുന്നവർ, യേശുവിനെയും പറ്റി അറിയുന്നവർ, പിതാവായ ദൈവം ഉയർപ്പിച്ച കാര്യങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് അറിയുന്നവർ, ആ കൂടെ ഉള്ള സഹോദരന്മാരും സഹോദരിമാരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ അത് സത്യം പറയാൻ വേണ്ടിയാണ്.
ഫാക്റ്റായിട്ട് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് മറ്റുള്ളവരെയും കൂടെ പറയുന്നത്. എൻ്റെ കൂടെ സഭയിലുള്ള കമ്മിറ്റിക്കാരുണ്ട്, ഇന്നാളുണ്ട്. ഞാൻ അവരുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതേ കണക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാണ് ഇവിടെ പൗലോസ് എടുത്ത് പറയുന്നത്. അപ്പോൾ എന്നെ പറഞ്ഞു വിട്ടതും ജനങ്ങളുമല്ല, എന്നെ പറഞ്ഞു വിട്ടത് ഒരു വ്യക്തിയുമല്ല, പക്ഷേ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർപ്പിച്ച് ആ പറയുന്ന പിതാവായ ദൈവം ആണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് സംബോധന ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ സത്യമായിട്ട് ഞാനിത് പറയുന്നത്. അത് ഇന്ന ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ഇത് ഇത്രയുമാണ് ഇൻട്രഡക്ഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്തിനാ ഇത്രയും ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താണ്, അന്നും നമ്മളെ കണക്ക് ജനമുണ്ടായിരുന്നു, എല്ലാം വിശ്വസിക്കത്തില്ല. നമുക്കും തർക്കവും വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് 100% ബോധ്യമായാലേ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു ആത്മീയ കാര്യമാണ്. 100% ബോധ്യമായി തീരുന്നാലേ നമുക്ക് അതിൽ കൂടെ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ. ചുമ്മാ ഒരാൾ പറയുമ്പോൾ അത് എസ് വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്കും ആദ്യം ബോധ്യമാവണം. അതുകൊണ്ടാണ് വേറൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കുകയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണ രൂപത്തിൽ ഗ്രഹിക്കണമെങ്കിൽ പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയം തുറന്ന് തന്നിരിക്കണം. അല്ലാതെ നമ്മൾ ലോകബുദ്ധിയുടെ ഇതിൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് എടുക്കാൻ നിന്നാൽ തെറ്റും. അതുകൊണ്ടാണ് ആത്മാവ് പ്രാപിച്ചവർ 99.9%ഉം ആത്മാവിൻ്റെ ഇതിൽ തന്നെ നിൽക്കും. പിന്നെ അവൻ മനുഷ്യനായതുകൊണ്ട് ഇടയ്ക്ക് മനുഷ്യൻ്റെ പ്രവൃത്തിയും കാണിച്ചു കളയും. അപ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. എല്ലാവർക്കും സംഭവിക്കാം. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരാൾ വന്നിട്ട് പറയുമ്പോൾ ആ വ്യക്തി ആത്മാവ് പ്രാപിച്ച വ്യക്തിയാണെന്ന് എനിക്കറിയാമെന്ന് വെച്ചോ. എനിക്ക് ഉറപ്പാണ്, എനിക്കും ആത്മാവ് പ്രാപിച്ചതാണ്. പക്ഷേ അതിൽ ചിലതെനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ വ്യക്തി അത് അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാൻ അത് ആ ഭാഗം എനിക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവാത്തത്. എന്നാൽ പിന്നെ അതിന് എസ് വയ്ക്കാം എന്ന് പറയാൻ വേണ്ടി ആത്മാവുള്ള വ്യക്തികൾ പെട്ടെന്ന് എസ് വയ്ക്കത്തില്ല. അത് ആത്മാവ് തന്നെ മന്ത്രിച്ച് തരണം. ഹല്ലേലൂയ. അടുത്തത് എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ടു ദ ചേർച്ചസ് ഇൻ ഗലാത്യ. ടു ദ ചേർച്ചസ്, ഒരു ആലയമല്ല, ഒരുപാട് ആലയമാണ്. ഗലാത്യയിലുള്ള എല്ലാ ചർച്ചുകാർക്കും വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ഒരു വിഷയം അല്ലെങ്കിൽ ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു 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 വിശേഷം അവരെ അറിയിക്കാൻ പോണു. അത് അറിയിക്കുന്നതിൻ്റെ കാരണം എന്താ? അവിടെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞു വന്നപ്പോഴാണ് അപ്പോസ്തലനായ പോള് എന്നിട്ട് അത് സംബോധന ചെയ്തത്, മനുഷ്യനാൽ എന്നെ തിരഞ്ഞെടുത്തതല്ല ഈ ആത്മീയ കാര്യത്തിന്. കാരണം ഈ ഭൂമിയിലിരിക്കും മനുഷ്യനായതുകൊണ്ട് എല്ലാവരും മനുഷ്യനാണെന്ന്. അതുകൊണ്ട് ആദ്യമേ എടുത്ത് പറയാണ്, മനുഷ്യരാൽ തിരഞ്ഞെടുത്തതുമല്ല, മനുഷ്യനാൽ എന്നെ പറഞ്ഞു വിട്ടതുമല്ല. അതിൻ്റെ സത്യം എൻ്റെ കൂടെ ഇരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ ഉണ്ട്. ഞാൻ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നു. ആ പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തല്ല, ഒരു ചർച്ചിൻ്റെ അടുത്തുമല്ല, പല ചർച്ചും ഗലാത്യർ ഉള്ള പല ചർച്ചുകളിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചാണ് നമ്മളിന്ന് കൂടിക്കാമെന്ന് വെച്ചോ. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തും അറിയിക്കുകയാണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ, ഇപ്പോൾ ഇത്ര നേരം വായിച്ചിട്ടാകെ 2 വാക്യമേ വായിച്ചുള്ളൂ. കാരണം ഇനിയും അതിലോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും ആഴത്തിൽ ഇറങ്ങാൻ പറ്റും. അത് എനിക്കറിഞ്ഞൂടെ. ഞാൻ അവിടെ നിന്ന് അതിൽ പോകണമെങ്കിൽ വീണ്ടും ആഴത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, അവിടെ തന്നെ നിൽക്കും. അടുത്ത നമുക്ക് മൂന്നാമത്തെ വാക്യം വായിച്ചേ. പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എത്ര എണ്ണം വായിച്ചു? ഇവിടെ പക്ഷേ ഇതിൽ ഇംഗ്ലീഷിൽ ഒന്നേ ഉള്ളൂ. ഗ്രേസ് ആൻഡ് പീസ് ടു യു ഫ്രം ഗോഡ് അവർ ഫാദർ ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആദ്യം വന്ദനം ചെയ്യാണ്. ആ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വിഷയം, ആ മെസ്സേജ് അവിടെ കൊടുക്കാൻ നേരത്ത് ഈ ഒരു വാക്യത്തിൽ പറയുന്നത്, ഗ്രേസ് ആൻഡ് പീസ് ടു യു ഫ്രം ഗോഡ്, അനുഗ്രഹവും സമാധാനവും പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കും ഇരിക്കട്ടെ.
ഗോഡ് അവർ ഫാദർ ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ നിന്നും ആ അനുഗ്രഹം നിങ്ങൾക്കും ഇരിക്കട്ടെ. എന്നിട്ട് സംബോധന ചെയ്തിട്ട് അടുത്ത പറയുന്നത്, ഹൂ ഗേവ് ഹിംസെൽഫ് ഫോർ അവർ സിൻസ്, നമുക്ക് വേണ്ടി പാപത്തിന് ആ വ്യക്തിയെ തന്നെ തന്നു. ഹൂ ഗേവ് ഹിംസെൽഫ് ഫോർ അവർ സിൻസ് ടു റെസ്ക്യൂ us ഫ്രം ദ പ്രസൻറ്റ് ഈവൽ ഏജ്. പിതാവായ ദൈവം പുത്രനായ യേശു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി തന്നു, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു. എവിടുന്ന്? ടു റെസ്ക്യൂ us ഫ്രം ദ പ്രസൻറ്റ് ആൻഡ് ഈവൽ ഏജ്. മലയാളത്തിൽ ആ ഭാഗം അത് മാത്രം വായിച്ചാൽ, ടു റെസ്ക്യൂ us ഫ്രം ദ പ്രസൻറ്റ് ആൻഡ് ഈവൽ ഏജ്. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പോൾ ഇത് എഴുതിയത് അന്ന്, പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോഴും വായിക്കുന്നതും ഫ്രം ദ പ്രസൻറ്റ് ഈവൽ ഏജ്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴും ദുഷ്ടലോകമാണ്. ഈ ദുഷ്ടലോകത്തിൽ പോയി തെറ്റിപ്പോകരുത്. ഈ ദുഷ്ടലോകത്തിൽ പോകുന്നിടത്ത് നമ്മൾ വെളിയിറങ്ങുമ്പോൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചോളണം. നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല. നമ്മൾ കർത്താവ് വരാൻ വേണ്ടി നമ്മൾ കുറച്ചാൾ ഇവിടെ ഇരിക്കുന്നു. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു. ആ കൃപകൾ വാങ്ങിച്ചിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളിവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഇനി കർത്താവ് രണ്ടാമത്തെ വരവ് വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു. നമ്മൾ ഫോറിനറാണ്. മലയാളം എന്തോ? പരദേശികളാണ്. നമ്മൾ ദുബായിൽ പോയി കിടക്കുന്നത് ഫോറിനറാണ്. നമ്മൾ പറയുന്നത് നമ്മൾ ജനിച്ച സ്ഥലമാണ് നമ്മുടെ സ്വന്തം സ്ഥലം, ബാക്കിയെല്ലാം ഫോറിൻ ആണ്. ഹൂ ഗേവ് ഹിംസെൽഫ് ഫോർ അവർ സിൻസ് ടു റെസ്ക്യൂ us ഫ്രം ദ പ്രസൻറ്റ് ഈവൽ ഏജ്. ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള ഈവൽ ഏജ് എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഇപ്പോഴും നമ്മൾ ഇന്ന് വായിക്കാൻ നേരത്തും പറയുന്നത് എന്താണ്? ഇന്നത്തെ ദുഷ്ടലോകത്തിൻ്റെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നും നമ്മളിതിപ്പോൾ വായിക്കുന്നത്. ഇന്ന് വെറുതെ വായിക്കുന്നതല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിവിടെ ശനിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും വരുന്നതൊക്കെ വെറുതെ ഒരു വചനം എടുത്ത് സംസാരിക്കാൻ തന്നല്ല. ആത്മാവ് തരുന്നത് തന്നെയാണ് എടുത്ത് സംസാരിക്കുന്നത്. അത് നമുക്ക് വേണ്ടി അന്നത്തെ ദിവസം നമുക്ക് വ്യക്തികൾക്കും വേണ്ടിയും നമുക്ക് കുടുംബമായിട്ടും ഉള്ള കാര്യത്തിനും വേണ്ടിയും കൂടെ തന്നെയാണ് അത് സംസാരിപ്പിക്കുന്നത്. അപ്പം അത്രമാത്രം വ്യക്തമായിട്ട് ദൈവം നമ്മൾ ദിനം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ രുചിച്ചറിയേണ്ടത്. ആ രുചിച്ചറിയുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇനി അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളെ എങ്ങനെയാണ് അന്നക്കം അവിടെ നിന്നൊക്കെ മാറ്റി അതൊക്കെ പഠിപ്പിച്ച് തന്നു, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇതുവരെ കൊണ്ട് എത്തിച്ചെന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാവും. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞത് എന്താണ്? ഈ ദുഷ്ടലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതായത് അന്ന് പറഞ്ഞതല്ല വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇന്നത്തെയും ദുഷ്ടലോകമാണ്. നമ്മൾ ദുഷ്ടലോകം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഇറങ്ങേണ്ട കാര്യമില്ല. വീട്ടിലുമുണ്ട് ദുഷ്ടലോകങ്ങൾ, അയൽവക്കത്തിലുമുണ്ട് ദുഷ്ടലോകങ്ങൾ. നമ്മൾ ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും ദുഷ്ടലോകങ്ങൾ അവിടെയുണ്ട്. ജോലിക്ക് പോകുന്ന നേരത്ത് അവിടെയും ദുഷ്ടലോകങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിച്ചത് എന്താണ്? ടു റെസ്ക്യൂ us ഫ്രം ദ പ്രസൻറ്റ് ഈവൽ ഏജ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് അവർ ഗോഡ് ആൻഡ് ഫാദർ. അതും ഈ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നത് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ് അവർ ഫാദർ. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു വരുന്നത്. അപ്പോൾ പിതാവായ ദൈവമാണ് നമുക്ക് വേണ്ടി ഗാർഡ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ആ ഇതിൽ തെറ്റിപ്പോകാതെ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി അതിന് വ്യക്തമായിട്ട് എടുത്ത് ഇന്ന് പറയാണ്. ടു ഹൂം ബി ദ ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ ആമേൻ. 5ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞിട്ട് പറയുന്ന ആ കർത്താവിന്, ആ ദൈവത്തിന് എന്നേക്കും മഹത്വം. അപ്പോൾ അവിടെ അത് പറഞ്ഞിട്ട് സ്തുതിക്കുകയാണ് പൗലോസ്. അപ്പോൾ പൗലോസ് ചുമ്മാ ഒരു മനുഷ്യനല്ല, ചുമ്മാ ഒരു പാസ്റ്ററല്ല, നമ്മളെ കണക്കുള്ള ആളല്ല.
നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ അധികമാണ് പൗലോസ്. ആ പൗലോസാണ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തു പറയുന്നത്. എന്നിട്ട് പറയുന്നത് മനുഷ്യനല്ല വിട്ടത്. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ വ്യക്തി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന് എത്രമാത്രം ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടാണ് സ്തുതിക്കുന്നത്. ടു ഹൂം ബി ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ, ആമേൻ. അപ്പോൾ അത്രയും ഇത് മനസ്സിലാക്കിയിട്ട് അത്രയും ഇത് പറയാൻ പറ്റിയല്ലോ, അത്രയും ഇൻട്രഡക്ഷൻ അത് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലൊക്കെ അത് തറപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളും പറയണം ഒരു ആമേൻ. ഹല്ലേലൂയ. ഇനി 6-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഐ ആം അസ്റ്റോണിഷ്ഡ്. ആ വാക്ക് ഇട്ടിരിക്കുന്നത് എന്താ? ആശ്ചര്യപ്പെട്ടു. ഐ ആം അസ്റ്റോണിഷ്ഡ്. പൗലോസ് പറയുന്നത് ഐ ആം അസ്റ്റോണിഷ്ഡ് ദറ്റ് ആർ സോ ക്വിക്ക്ലി ഡെസേർട്ടഡ്. അപ്പം ആദ്യം നമ്മൾ വായിച്ചെന്താണ്? ഗലാത്യർ എന്ന് പറയുന്ന അവിടെ ഉള്ള ഒരു ചർച്ചല്ല, പല ചേർച്ച്. അതാണ് ആ ചേർച്ചസ് എന്ന് പറയുന്നത്. അവിടെ എല്ലാവർക്കും വേണ്ടി കൊടുക്കുന്ന. അപ്പോൾ അവിടെ എന്തൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. ആ വർത്തമാനം കേട്ടപ്പോൾ അല്ലെങ്കിൽ ആത്മാവിൽ അറിഞ്ഞപ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി പൗലോസ് പാടുപെടുന്നതാണ്. ഐ ആം അസ്റ്റോണിഷ്ഡ്. ഞാൻ എന്താ ആശ്ചര്യപ്പെട്ടു പോയി. ദാറ്റ് യു ആർ സോ ക്വിക്കലി. നിങ്ങൾ പെട്ടെന്ന് വേഗത്തിലാണ്. അപ്പോൾ അത് പതുക്കെയല്ല, നിങ്ങൾ പെട്ടെന്ന് മാറിപ്പോണ്. ഡെസേർട്ടിങ് ദ വൺ ഹു കോൾഡ് യു ടു ലീവ് ഇൻ ദ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ആർ ടേണിംഗ് ടു എ ഡിഫറെൻറ്റ് ഗോസ്പൽ. നിങ്ങളെ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ അവിടെ നിന്ന് മാറി മറ്റൊരു സുവിശേഷമായിട്ട് നിങ്ങൾ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷം തന്നെ ഇവിടെ പറയുന്നു. ആ സുവിശേഷം മറ്റൊരു സുവിശേഷം, അങ്ങനെ ഒരു സുവിശേഷം ഉണ്ടാകും. അപ്പോൾ അവിടെ തിരിഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് വെപ്രാളപ്പെട്ട് ആ തീക്ഷ്ണത ഉള്ളത് കൊണ്ട് പൗലോസ് അവർക്ക് വേണ്ടി ആ ഗലാത്യർക്കുള്ള എല്ലാ ചർച്ചിനും വേണ്ടി എടുത്തു പറയുന്നത് ഐ ആം അസ്റ്റോണിഷ്ഡ്. എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഹു കോൾഡ് യു. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവൻ ദൈവമാണ് നിങ്ങളെ വിളിച്ച് വന്നത്. ആ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് എ ടേണിംഗ് ടു എ ഡിഫറെൻറ്റ് ഗോസ്പൽ. എന്നിട്ട് നിങ്ങൾ വേറൊരു ഗോസ്പലിലോട്ട് തിരിയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വചനത്തിൽ നിന്നാണ് മറ്റവരും സംസാരിക്കുന്നത്. അതും ഗോസ്പൽ തന്നെയല്ലോ. പിന്നെന്തിനാണ് നമ്മൾ തിരിഞ്ഞു പോണത്? പിന്നെന്തൊരു മറ്റൊരു ഗോസ്പൽ എന്ന് ഇവിടെ പറയാൻ കാരണം? അപ്പോൾ വചനം തന്നെ സംസാരിക്കും, വചനത്തിൻ്റെ കാര്യങ്ങൾ തന്നെ സംസാരിക്കും. പക്ഷെ അത് ആത്മാവ് തന്നതല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് തന്നതല്ല സംസാരിക്കുന്നത്. മറ്റൊരു ഗോസ്പലിലോട്ട് പോകുന്നു. അപ്പോൾ മറ്റൊരു ഗോസ്പലുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയാൻ സൂക്ഷിച്ചു കൊള്ളാൻ, നമ്മൾ തെറ്റിപ്പോകരുത്. മറ്റൊരു ഗോസ്പലുണ്ട്. 7-ാമത്തെ വിച്ച് ഇസ് റിയലി നോ ഗോസ്പൽ അറ്റ് ഓൾ. അത് സത്യമായിട്ട് അത് ഗോസ്പൽ അല്ല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് സുവിശേഷം തന്നെയാണ്. പക്ഷെ പറയും സത്യമായിട്ട് ഞാൻ പറയാണ് അത് സുവിശേഷമല്ല. ഞാൻ പറയുന്ന ഗ്രഹിക്കുന്ന. അപ്പോൾ സത്യമായിട്ട് പറയാണ്. അപ്പോൾ പൗലോസ് അത്ര വിഷമം കൊണ്ടാണ് പറയുന്നത്. സത്യമായിട്ട് ഞാൻ പറയാണ് അത് സുവിശേഷമല്ല. അവരും സംസാരിക്കുന്ന സുവിശേഷമാണ്, പക്ഷെ സുവിശേഷമല്ല. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഞാൻ ഇതെല്ലാം പഠിപ്പിച്ചു, കാര്യങ്ങളെല്ലാം റെഡിയാക്കി, സഭകൾ അവിടെയൊക്കെ സൃഷ്ടിച്ച് വന്ന് തീർന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോണ്. നിങ്ങൾ സുവിശേഷം തന്നെ പറയുന്നത്, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ മാറിപ്പോണു. അപ്പോൾ ജനം അവിടെ ഉള്ള സഭയിലുള്ള ജനങ്ങളിൽ നോക്കുമ്പോൾ സുവിശേഷം തന്നെയല്ല പറയുന്നത്, യേശുവിനെ തന്നെയല്ല പറയുന്നത്. പക്ഷെ അതിൽ അല്പം കോട്ടയാൽ മതി, വ്യത്യാസം വരും. ആ റൂട്ട് തെറ്റി. അടുത്ത വായിച്ചേ. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അത് വേറൊരു സുവിശേഷമേ അല്ല, പക്ഷെ അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിനെ മറിച്ച് കലക്കാണ്, അതിനെ തെറ്റിപ്പിക്കുകയാണ്. സുവിശേഷം തന്നെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അവർ കലക്കിക്കളയുന്നു.
which is really no gospel at all, eventually some people, ചിലവർ are throwing you into confusion. ചിലവർ നിങ്ങളെ കൺഫ്യൂഷനിൽ എടുത്തെറിയപ്പെടുന്നു. and are trying to pervert the gospel of Christ. എന്നിട്ട് യേശുവിൻ്റെ സുവിശേഷത്തിനെ തെറ്റിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത് സൂക്ഷിക്കാനാണ് പറയുന്നത്. സിമ്പിളായിട്ട് ആൾക്കാർ വരും, യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞു തരുന്നത് സുവിശേഷമാണല്ലോ പറയുന്നത്. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-4 ഉയർത്തെണീറ്റു, സുവിശേഷമാണല്ലോ. അതിൽ വല്ല തെറ്റുണ്ടോ? പക്ഷേ അത് എന്തിനാണ് പറഞ്ഞു വരുന്നതെന്ന് നമ്മൾ അറിയണം. സുവിശേഷത്തിൽ നിന്ന് തന്നെ പറയും. കാരണം പിശാച് തന്നെ വചനമെടുത്താണ് കർത്താവിനെ പരിശോധിക്കാൻ ചെന്നത്. മലമുകളിൽ നിന്നിട്ട് നീ എടുത്ത് ചാടിയ ദൂതന്മാർ വന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതും വചനമെടുത്താണ് സംസാരിച്ചത്. വിശക്കുന്നെങ്കിൽ കല്ലെടുത്ത് കഴിക്കാൻ. അപ്പോൾ അതും വചനം തന്നെ. അപ്പോൾ വചനം എടുത്ത് തന്നെ എല്ലാവരും കോട്ടും. നമ്മൾ ലോകപരമായിട്ട് പറയാം, വക്കീലന്മാരുടെ അടുത്ത് ചെന്ന് തീർന്നാൽ ആ വക്കീലിൻ്റെ അടുത്ത് ഒരാൾ കൊല ചെയ്തിട്ട് ചെന്ന പൈസ അങ്ങോട്ട് കൊടുത്താൽ അയാൾ നമ്മൾ കൊല ചെയ്തില്ലെന്ന് അതേ നിയമം വെച്ച് പറയും, നമ്മളെ രക്ഷപ്പെടുത്തും. അതേ വക്കീലിൻ്റെ അടുത്ത് നമ്മൾ യഥാർത്ഥമായിട്ട് കൊല ചെയ്തില്ല എന്ന് പറഞ്ഞ് ചെന്നാൽ നമ്മൾ അപ്പോൾ ആ വക്കീൽ പറയുമ്പോൾ കൊല ചെയ്തിട്ട് പോണവനെയും രക്ഷപ്പെടുത്തും, കൊല ചെയ്യാതെ പോണവനെയും രക്ഷപ്പെടുത്തും, കഴിവുള്ള വക്കീലാണെങ്കിൽ. അതേ കണക്ക് തന്നെ ഇതേ വചനം എടുത്തിട്ട് എല്ലാവരും സംസാരിക്കും. വിച്ച് ഇസ് റിയലി നോ ഗോസ്പൽ അറ്റ് ഓൾ. അത് ഗോസ്പലേ അല്ല. ഈവൻച്വലി സം പീപ്പിൾ ആർ ത്രോയിങ് യു ഇൻ ടു കൺഫ്യൂഷൻ. ചിലവർ നിങ്ങളൊക്കെ കൺഫ്യൂഷനിൽ കൊണ്ടാക്കുകയാണ്. ആൻഡ് ആർ ട്രൈങ് ടു പെർവേർട്ട് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. എന്നിട്ട് യേശുവിൻ്റെ സുവിശേഷത്തിനെ അവർ തിരിച്ച് മറിച്ച് കളഞ്ഞു. അപ്പോൾ സുവിശേഷം തന്നെ അവർ സംസാരിക്കുന്നത്, പക്ഷെ അവർ കൺഫ്യൂഷൻ ഉണ്ടാക്കും, മാറ്റിക്കളയും. 8ാമത്തെ, ബട്ട് ഈവൻ ഇഫ് വി ഓർ എൻ ഏഞ്ചൽ ഫ്രം ഹെവൻ ഷുഡ് പ്രീച്ച് എ ഗോസ്പൽ അതർ ദൻ ദ വൺ വി പ്രീച്ച് ടു യു. അവിടെ പറയുന്നത് പൗലോസ്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഗോസ്പലിൻ്റെ വിപരീതമായി ഞങ്ങളാകട്ടോ, ആ പറഞ്ഞവരായിക്കോട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനായിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന്. അപ്പോൾ പൗലോസ് തന്നെ പറയുന്നത്, ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം അത് മാറത്തില്ല, അതിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. എന്നിട്ട് ആ പൗലോസ് തന്നെ പറഞ്ഞു, ഞങ്ങളോ അന്ന് പറഞ്ഞ സുവിശേഷത്തിൽ നിന്നും അതേ ഞങ്ങളെ വീണ്ടും വേറൊന്ന് കൊണ്ടുവന്ന് പറയുകയോ ദൂതന്മാർ കൊണ്ടുവന്ന് പറയുകയോ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരെന്ന്. അതാണ് സുവിശേഷം വെച്ച് കളിക്കുന്ന നമ്മൾ സൂക്ഷിച്ചോളണം. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിനെ തെറ്റായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് കളിയാക്കി പറയും, നമുക്കൊന്നും വരുന്നില്ലല്ലോ. അത് കാരണം എന്തെന്നറിയാം, മനുഷ്യനും പിതാവിനും ഇടയ്ക്ക് ഇപ്പോഴും മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യേശു അവിടെ ഇരിപ്പുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമുക്കൊന്നും സംഭവിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മരത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു, അത് വെട്ടാൻ വരുന്ന സമയത്ത് ഇല്ലല്ല കുറച്ചുകൂടെ സമയം കൊടുക്കുക, അവൻ ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ശരിയാവുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ തിരുത്തി പോകണം. But even if we or an angel from heaven should preach a gospel other than the one we preached you, ഞങ്ങൾ പറഞ്ഞതിനേക്കാളും മറ്റൊരു ഗോസ്പൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്ന് പറഞ്ഞാലും ശരി തന്നെ, അവർ ശപിക്കപ്പെട്ടവരായി മാറുമെന്ന്. അപ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ വരെ മാറി പറയരുത്, സുവിശേഷം വേറെ ഉണ്ട്. അത് വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. മറ്റവർ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി സുവിശേഷത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇവിടെ
നമ്മളിപ്പോൾ എടുക്കുന്ന സബ്ജക്റ്റ് ഗലാത്യൻ, അത് സുവിശേഷമല്ല. പക്ഷേ സുവിശേഷത്തിൽ ഇങ്ങനെ വേറെ കളികളൊക്കെ കളിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടി? ഒരു സഭയിലെടുത്താണ്. എന്ന് വെച്ചാൽ സഭയെന്ന് പറഞ്ഞാൽ കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഡിസൈപ്പിൾസും എല്ലാം കൂടെ ഉള്ളവർ ഒന്നിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവിൽ കൂടെ പോകണമെന്ന ആഗ്രഹത്തോടുകൂടി ഇരുന്നിട്ട് നമ്മൾ മനസ്സന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവരും ഒക്കെ ഇരിക്കുന്നവർ, അവരുടെ അടുത്ത് അവരാണ് സഭ. അങ്ങനെയുള്ള സഭയിലെടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗലാത്യ സഭയിൽ അന്ന് പൗലോസ് പറയുമ്പോൾ ഇപ്പം നമ്മൾ കൂടിയിരിക്കുമ്പോൾ നമ്മളൊരു സഭയാണ്, നമ്മുടെ അടുത്തും സംസാരിക്കുകയാണ്. 9, ആസ് വി ഹാവ് ഓൾറെഡി സെഡ്, ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ കണക്ക്. സോ നൗ ഐ സേ അഗൈൻ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ ഇതൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ ടോപ്പിക്കൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു. അന്ന് പിന്നെ അത്ര ഇതിൽ ഞാനും സ്പീഡിൽ പറഞ്ഞുകൊണ്ട് പോകും. ഞാൻ പലയിടത്തും ഈ ഇൻട്രഡക്ഷൻ ഇതൊക്കെ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ സ്പീഡിൽ, ഇത്രയും ഡെപ്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സോ നൗ ഐ സേ അഗൈൻ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇഫ് എനിവൺ ഈസ് പ്രീച്ചിങ് ടു യു, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എ ഗോസ്പൽ അതർ ദാൻ വാട്ട് യു അക്സെപ്റ്റഡ്, നിങ്ങൾ സ്വീകരിച്ച ഗോസ്പലിനേക്കാളും വേറൊരു ഗോസ്പൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലെറ്റ് ദം ബി അണ്ടർ ഗോഡ്സ് കേഴ്സ്. ആ മലയാളം എന്താ വായിച്ചേ? നിങ്ങൾ സ്വീകരിച്ച സുവിശേഷത്തിൻ്റെ വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സുവിശേഷം പറയുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. 10 വാക്യം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു തീരുന്നപ്പോൾ എനിക്ക് സംശയം വരരുത്. അതാണ് പൗലോസും ഇവിടെ പറയുന്നത്. Am I now trying to win the approval of human beings or of God? ഞാനിപ്പോൾ ഇത്രയും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അപ്രൂവൽ വാങ്ങിക്കാനാണോ ഞാൻ ഈ സംസാരിക്കുന്നത്, അതോ ദൈവത്തിൽ നിന്നുള്ള അംഗീകാരം വാങ്ങിക്കാനാണോ? ഒരു സെക്കൻഡ്. അപ്പോൾ ഞാൻ ഇത്രയും ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ സോപ്പിട്ട് നിങ്ങളുടെ അപ്രൂവൽ വാങ്ങിക്കാനാണോ? നാളെ ദശാംശം എല്ലാവരും തരണം. സഭായോഗത്തിന് എല്ലാവരും ഇതൊക്കെ സംസാരിച്ചിട്ട് പറയുമ്പോൾ അവരുടെ ആഗ്രഹം എന്താണ്? ദശാംശം വാങ്ങിക്കണം. ഞാനാണ് പാസ്റ്റർ, ഞാനാണ് വീരവാദി. അപ്പോൾ ഇവിടെ ചോദിക്കുന്നതാണ്, നൗ am I now trying to win the approval of human beings? അപ്പോൾ അവർ ഡിവൈൻ ബീയിങ്സ് അല്ല, ഹ്യൂമൻ ബീയിങ്സ് എന്ന് തന്നെ ഇവിടെ പറയുന്നത്. ഫ്രണ്ട് ഇരിക്കുന്നവരെല്ലാം മാനുഷികമായിട്ടുള്ള മനുഷ്യരാണ്. അതാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് തന്നെ പറയുന്നത്. അപ്രൂവൽ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അതോ ഓർ ഓഫ് ഗോഡ്, അതോ ദൈവത്തിൻ്റെ അപ്രൂവലാണോ? അപ്പോൾ സഭകളിൽ നമ്മൾ പ്രസംഗിക്കാൻ നേരത്തോ അല്ലെങ്കിൽ സംസാരിക്കാൻ നേരത്തോ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ കാര്യം പറയുമ്പോൾ അത് ഹ്യൂമൻ ബീയിങ്സ് ആണ്, അതോ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള അപ്രൂവലാണോ വാങ്ങിക്കുന്നത്? ഓർ ആം ഐ ട്രൈങ് ടു പ്ലീസ് പീപ്പിൾ, അതോ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാനാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിളൊക്കെ നോക്കുന്നുണ്ടോ? ഓഫ് ഹ്യൂമൻ ബീയിങ് ഓർ ഓഫ് ഗോഡ്, ഓർ ആം ഐ ട്രൈങ് ടു പ്ലീസ് പീപ്പിൾ, ഞാൻ അതോ മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണോ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അടുത്ത വാക്യം, ഇഫ് ഐ വാസ് സ്റ്റിൽ ട്രൈങ് ടു പ്ലീസ് പീപ്പിൾ, ഞാൻ ഇപ്പോഴും മനുഷ്യനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഐ കുഡ് നോട്ട് ബി എ സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നിടത്തെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് അവിടെ സംസാരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനല്ലെങ്കിൽ ഞാൻ എന്തിനാ ഫ്ലൈറ്റ് ഫെയറും കൊടുത്ത് പൈസയും കൊടുത്ത് ഡോളർ ചിലവാക്കി ഇവിടെ വന്ന് സംസാരിക്കണം? നിങ്ങളെ പ്ലേസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തോ കിട്ടുന്നത്?
ഞാൻ ഫ്ലൈറ്റ് ഫെയറും കൊടുത്ത് വിസയുടെ കോസ്റ്റും കൊടുത്ത് ട്രാവൽ ഇൻഷുറൻസും വാങ്ങിച്ച് ഞാൻ പറന്ന് യു എസിലും യു കെയിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇരുന്നിട്ട് അവർക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തോന്ന് അവിടെ നിന്ന് കിട്ടുന്നത്? ഞാൻ ഉള്ളുകൊണ്ട് മറ്റേ ദാവീദ് രാജാവ് ആട്ടിടയനായിരുന്നു. ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ആൾ രാജാവായപ്പോൾ അവൻ തുള്ളിച്ചാടി. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആട്ടിടയൻ തുള്ളിച്ചാടിയപ്പോൾ ഭാര്യ നോക്കി കൊണ്ട്, ഓ എൻ്റെ ഭർത്താവ് ഇപ്പോൾ രാജാവായി, അപ്പോൾ ആ ഗമയിലിരിക്കണം. തുള്ളിച്ചാടിയപ്പോൾ പറഞ്ഞ്, നീ തുള്ളിച്ചാടല്ല, നീ രാജാവാ. പക്ഷെ അവൻ്റെ സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടുകയാണ്. ഞാൻ എപ്പോഴും ഈ സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വിസ കിട്ടി, ഫ്ലൈറ്റ് കിട്ടി, അവിടെ ചെന്ന് ഇറങ്ങിയ അവർ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത നേരം മുതൽ എനിക്ക് സന്തോഷമാണ്. എനിക്ക് കർത്താവ് വെളിപ്പെടുത്തിയത് ഇവരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റുന്നല്ലോ. അപ്പോൾ വിത്ത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നതിന് പകരം ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. കർത്താവ് എന്നെ ഏൽപ്പിച്ചത്. കാരണം ആർക്കും പറ്റാത്ത ഒരു കാര്യം, ഇത്രയും രാജ്യങ്ങളിൽ പോയി അവർ പറയുന്ന സുവിശേഷം തന്നെ, അവരെ സോപ്പിടാനുള്ള സുവിശേഷമാണ് ഞാൻ പറയാൻ പോകണമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പൈസ മുടക്കുന്നത്? ആ പൈസ എൻ്റെ കയ്യിൽ ഞാൻ കൂട്ടിയിരുന്നു. ഈയിടയ്ക്ക് ഞാൻ കൂട്ടിയപ്പോൾ എത്ര 25 ലക്ഷമോ എന്തോ മിച്ചം വന്നേനെ. ഒരിടത്തും പോയില്ലായിരുന്നെങ്കിൽ. ഞാൻ പ്രോഗ്രാം നടത്തിയപ്പോൾ 15 ലക്ഷം മുടക്കിയപ്പോൾ ഇപ്പോൾ 10 വർഷം ദുബായിലിരുന്നപ്പോൾ 25-30 ലക്ഷം മുടക്കിയിട്ടാണ് ഞാൻ സുവിശേഷം പറയാൻ പോയത്. എൻ്റെ കയ്യിൽ ഇരിക്കേണ്ട പൈസയായിരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിൽ സന്തോഷമുണ്ട്. അവിടെ ഉള്ള പാസ്റ്റർമാരോ ബിഷപ്പുമാരോ ഒന്നും പ്രസംഗിക്കാത്തത് ഇതേ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതൊക്കെ വായിക്കുന്നു, ഞങ്ങൾ ബൈബിൾ കോളേജിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നു, പക്ഷേ ഇത്രയും കാര്യം ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അത് അവർ പരസ്പരം ആ ബൈബിൾ കോളേജിലെ പിള്ളേരും സ്റ്റാഫും അല്ലെങ്കിൽ ആ പാസ്റ്റർമാരും സംസാരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിന് എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല എന്ന് പറയാൻ കാരണം. ഒരു സൺഡേ സ്കൂളിലും പോയില്ല, ഒരു ബൈബിൾ കോളേജിലും പോയില്ല, ഒരിടത്തും പോയി ഇരുന്നിട്ടില്ല. പക്ഷേ ആത്മാവാണിത് തന്നത്. പൗലോസ് സൺഡേ സ്കൂളിൽ പോയാൽ, ബൈബിൾ കോളേജിലെല്ലാം പോയാൽ, ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത് കർത്താവിൻ്റെ ഇതൊന്ന് മനസ്സിലാക്കി തരുന്നപ്പോൾ ആ പൊരുളാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതേ പൗലോസ് തന്നെ പറയുന്നത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതിനേക്കാളും വ്യത്യാസമായിട്ട് ഇനി ഞാൻ തന്നെ വന്ന് പറയുകയാണെങ്കിലും നിങ്ങൾ എടുക്കരുത്. സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് പറഞ്ഞാലും എടുക്കരുത്. അവർ ശപിക്കപ്പെട്ടവരായിക്കോട്ടെ എന്ന്. അതേ പൗലോസിൻ്റെ നാവിൽ നിന്ന് തന്നെ അതൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നത്, ഞാൻ ഇതൊക്കെ പറയുന്നത്, ഇഫ് ഐ വാസ് സ്റ്റിൽ ട്രൈങ് ടു പ്ലീസ് പീപ്പിൾ, ഞാൻ ഇപ്പോഴും മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ദൂതുകളും വചനങ്ങളും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഐ കുഡ് നോട്ട് ബി എ സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ ദാസനായിരിക്കില്ല എന്ന്. എനിക്കും പറയാം, എൻ്റെ മക്കളും ചെറുമക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്, നല്ല സുന്ദരമായിട്ട് ദൂതുകൾ പറഞ്ഞ് സോപ്പിട്ടിട്ടിരിക്കാം. നിങ്ങൾ അതും കേട്ടിരിക്കും. നിങ്ങളും സ്വർഗത്തിൽ പോകത്തില്ല, ഞാനും പോകത്തില്ല. എനിക്ക് വേണ്ടത് എൻ്റെ നാവിന്ന് എപ്പോഴും വരും, നമുക്ക് 9 പേരുടെ മേലിലും എപ്പോഴും ഈ 9 പേര് വരുന്നത്. അപ്പോൾ നമ്മുടെ 9ൻ്റെ വെളിയിൽ ആളില്ലേ? അവർ കേൾക്കുന്നില്ല, അവർ കേൾക്കാൻ വരുന്നുമില്ല. അവർ എപ്പോഴാണ് ഈ സുവിശേഷം കേൾക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ 9ൻ്റെ എണ്ണം കൂട്ടും. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ആ ഒക്ടോബർ മുതൽ വന്നിരുന്നപ്പോൾ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൂത് പറഞ്ഞാണ്, നമ്മുടെ 9 പേരുടെ മുകളിലും കുട പോലെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. വലിയൊരു പ്രശ്നങ്ങൾ വരാൻ പോണു, പക്ഷെ നമുക്ക് 9 പേർക്കും ഒന്നും സംഭവിക്കാൻ പോണില്ല. അത്ര പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മൾ അന്ന് കൊറോണയും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ കൊണ്ട് കർത്താവിന്
മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പറ്റാത്ത ദൂതുകളും കാര്യങ്ങളും, മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വചനത്തിൻ്റെ ആഴങ്ങളും വെളിപ്പെടുത്തി തന്നു തരുമ്പോൾ അത് വിളിച്ച് പറയാൻ വേണ്ടിയാണ് ആ ചങ്കൂറ്റമുള്ളവരാരാന്ന്. അതാണ് എന്താ, കൊട്ടാരത്തിൽ പോയി രാജാക്കന്മാരുടെ നേർക്ക് വിരൽ ചൂണ്ടി നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവരാണ് വേണ്ടത്. വയലുകൾ ഒരുപാടുണ്ട്, ജോലിക്കാർ ഒരുപാടുണ്ട്. പക്ഷെ കർത്താവ് ഉദ്ദേശിക്കുന്ന കണക്കത്തെ ജോലിക്കാരുണ്ടോ? അവർ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് പണക്കാരാണ്. എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന ചിലപ്പോൾ ഇറങ്ങാൻ നേരത്ത് 10,000 രൂപ തരാനുള്ളത് ഇല്ലാതെ പോയാലോ? പറയാനുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് തന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്നിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഉള്ളത് വിളിച്ച് പറയാനത്രേ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുന്നത്. സ്തോത്രം. അടുത്ത വായിച്ച. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകൾ അത്രേ പ്രാപിച്ചത്. ഐ വാണ്ട് യു ടു നോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ നിങ്ങൾ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കാനാണ്. ചുമ്മാ ഓർമ്മിപ്പിക്കാനല്ല, അത് ഒത്തിരി സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കാനാണ്. ദ ഗോസ്പൽ വിച്ച് ഐ പ്രീച്ച് ഈസ് നോട്ട് ഓഫ് ഹ്യൂമൻ ഒറിജിൻ. ഞാൻ ഗോസ്പൽ സംസാരിക്കുന്നത്, ഞാൻ സുവിശേഷം സംസാരിക്കുന്നത് മലയാളം വെച്ച് മനുഷ്യരുടെ അടുത്ത് നിന്ന് പ്രാപിച്ചിട്ടല്ല. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒന്നും വെളിപ്പെടുത്തുന്നു. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് വന്നതല്ല. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന സാറുമാരൊന്നും വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് വന്നവരല്ല. അവർ ശുശ്രൂഷയിൽ അറിയപ്പെടുന്നവരായതപ്പോൾ അവരെ പിടിച്ച് സാറാക്കി അവരുടെ എക്സ്പീരിയൻസാണ് അവർ ഷെയർ ചെയ്യുന്നത്. അവരുടെ എക്സ്പീരിയൻസ് ദൈവത്തിന് വേണ്ട, ആത്മാവിൻ്റെ ഇതാ വേണ്ട. ഓരോരുത്തർക്കും ആത്മാവ് ഒന്നത്ര, പ്രവൃത്തി പലവിധം. എന്നിൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവ് തന്നെയാണ്. പക്ഷെ അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് എന്ത് തരുന്നു അതാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആത്മാവ് പ്രാപിച്ചിട്ടുള്ളവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് നിങ്ങൾക്ക് തരുന്നു അതാണ് നിങ്ങൾ പ്രാക്ടിക്കലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ആത്മാവ് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ സുവിശേഷം പറയാനത്തും മറ്റുള്ളവർ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വരുന്നു. സൂക്ഷിച്ചോളണം. I want you to know, brothers and sisters, that the gospel I preach is not of human origin. മനുഷ്യരുടെ അടുത്ത് നിന്ന് പ്രാപിച്ചതല്ല. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടുമില്ല. അത് പറയുമ്പോൾ ഞാൻ കർത്താവ് എത്ര കറക്റ്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സൺഡേ സ്കൂളും പോയില്ല, ബൈബിൾ കോളേജും പോയില്ല, കാറ്റഗിസത്തിനും പോയില്ല. അപ്പോൾ ഇതേ കണക്ക് എനിക്കും പറയാം. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടുമില്ല. ഞാൻ തുടങ്ങിയ ഇടയ്ക്കൊക്കെ ആഫ്രിക്കയിൽ പോയി ശുശ്രൂഷയിൽ വന്നപ്പോൾ മനു പറയുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഡാഡി പോയിട്ട് അവിടെ പോയി സുവിശേഷം ഇംഗ്ലീഷിൽ അവരുടെ അടുത്ത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് വരുന്ന കാണുമ്പോൾ അതാണ് എനിക്ക് അതിശയം. അത് ശരിയാണ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഈ വചനം എങ്ങനെ എടുത്തിട്ട് കറക്റ്റായിട്ട് അതൊക്കെ ആ വാക്കുകളൊക്കെ വരണം. പക്ഷെ ദൈവം ഒരുക്കി. അവരെല്ലാം അക്സെപ്റ്റബിളായിരുന്നു. അവർക്കിപ്പോൾ അന്ന് വിസയുടെ പൈസ തരാമെന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം പൈസ തന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം അവിടെ ഗാനയിൽ തന്ന ഒരു ബിഷപ്പാണ്. അയാളിപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ലൈനിൽ വരും. എപ്പോൾ വരും? വരണേ, ഞങ്ങളൊന്നും മറക്കല്ലേ. ദൈവത്തിന് ഞങ്ങളെ ആവശ്യമുണ്ട്. അത് നിങ്ങളെ കണക്കുള്ളവരാണ് ഞങ്ങളിവിടെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വരണമെന്ന്. അപ്പോൾ ഇപ്പോഴും ആൾക്കാരതുണ്ട്. ഇപ്പോൾ പലരും ലൈനിൽ വന്നിട്ട് പറയാണ് സൂം ഉണ്ടല്ലോ, എൻ്റെ ടീച്ചിങ് അവർക്ക് കൊടുക്കാൻ വേണ്ടി. എനിക്ക് വേണ്ടി ഞാനായിട്ടൊരു ടീച്ചിങ് എനിക്കില്ല. കർത്താവ് ആത്മാവ് എന്തോ തന്നത് അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ മമ്മിയുടെ അടുത്ത് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കത് ഒക്കുന്നില്ല. ഞാൻ അവർക്ക് യെസ് പറയാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അത് വേണമെങ്കിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വേണം. ചുമ്മാ കയറി ഒരു ഇത് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് 40 മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയിട്ട് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആ ഫ്ലോ പോയി. മനുഷ്യരാ ഫ്രണ്ടിലിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ചിലത് തറപ്പിച്ച് വരണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ. നമുക്ക് കഴിവില്ലെങ്കിൽ ഓക്കെ,
അപ്പോൾ അത്രയും സെറ്റ് ചെയ്തിട്ട് വേണം ആ സുവിശേഷം പറയേണ്ടത്. നോൺ സ്റ്റോപ്പായിട്ട് അത് ഇത് പോകണം. ഞാൻ ആലോചിക്കാണ് ഈ സൂമിൽ കൂടെ വന്ന എൻ്റെ ശുശ്രൂഷ എൻ്റെ ഡിഫറെൻ്റാണ്. ഞാൻ അവരുടെ മനുഷ്യൻ്റെ ഇടയിൽ ചെന്ന് കൈ വയ്പിനാൽ അവർക്ക് വിടുതൽ നടക്കുന്നു, കൈ വയ്പിനാൽ രോഗസൗഖ്യം നടക്കുന്നു, കൈ വയ്പിനാൽ ഭൂതങ്ങൾ പുറത്ത് പോണ്. ഞാൻ ഇവിടെ നിന്ന് സൂമിൽ കൂടെ ആയിട്ട് കൈ വയ്പിനാന്ന് പറഞ്ഞാൽ സൂം എന്ന് പറഞ്ഞാൽ പൊട്ടത്തനങ്ങളാണ്. കർത്താവിന് നേരിട്ട് കൊണ്ടുപോകണമെങ്കിൽ നേരിട്ട് തന്നെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഒന്നുമില്ലാതിരുന്ന് സീറോയിലിരുന്ന് എന്നെ ലോകം മുഴുക്കുകയും കൊണ്ടുപോയത്. ഇതൊക്കെ എങ്ങനെ നടന്ന്? നേരത്തെ കുട്ടി മനുവിനെ കണ്ട് മനുവിനെ കൊണ്ടുപോയി എമറൈറ്റ്സിൽ ജോലിയും വാങ്ങിച്ചു കൊടുത്ത് അതനുസരിച്ച് അത് നോക്കണേ. ഒരു സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ID90 ടിക്കറ്റിലാണ് പോണത്. കറക്റ്റ് ഡേറ്റിന് അവിടെ പോവും. പ്രോഗ്രാം കഴിഞ്ഞ് കറക്റ്റ് ഡേറ്റിന് വരും. എനിക്ക് വേണ്ടി സീറ്റ് അവിടെ ഒഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളായത്. ഇതൊക്കെ തന്നെ തിരിഞ്ഞ് നോക്കുമ്പോഴല്ലേ നിങ്ങളൊക്കെ എന്ത് സുവിശേഷത്തിൽ നിന്ന് മാറിയും തിരിഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ്. കർത്താവ് എനിക്ക് ദൂത് തന്നു, കർത്താവ് ആത്മാവിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് എന്നെ നടത്തിയ രീതിയും ഞാൻ ഒന്നുമില്ലാതെ സീറോ ആയിട്ട് ഇരുന്ന് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടിൽ നടക്കുന്ന അത്ഭുത അടയാളങ്ങൾ കാണുമ്പോൾ അതൊക്കെ മറച്ച് വെച്ചിട്ട് അത് അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടി എനിക്ക് ഒക്കത്തില്ല. കാരണം ഞാനല്ല ചെയ്തതെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒക്കത്തില്ല. അത് അടുത്തത് ഇറ്റ്സ് നോട്ട് ഓഫ് ഹ്യൂമൻ ഒറിജിൻ. ഐ ഡിഡ് നോട്ട് റിസീവ് ഇറ്റ് ഫ്രം എനി മാൻ. ഞാൻ ഒരു മനുഷ്യരുടെ അടുത്തുനിന്നും പ്രാപിച്ചതല്ല. നോർ ഐ വാസ് ടോട്ട് ഇറ്റ്. ഞാൻ പഠിച്ചതുമില്ല. റേദർ ഐ റിസീവ്ഡ് ഇറ്റ് ബൈ റിവലേഷൻ. പിന്നെ അതെങ്ങനെ കിട്ടിയത്? വെളിപ്പാടിലത്ര കിട്ടിയത്. ആരുടെ അടുത്ത് നിന്ന്? യേശു ക്രിസ്തുവിൽ നിന്ന്. അപ്പം ഞാൻ ഇവിടെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ദൂത് പറയുമ്പോൾ ഞാൻ ഇത് വെളിപ്പാടിൽ കിട്ടിയെന്ന് പറയും. അത് സിമ്പിളായിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? അതിപ്പോൾ പോക്കറ്റിൽ റോഡ് ഇരിപ്പുണ്ട്, അങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്ന കണക്ക് വെളിപ്പാടിൽ കിട്ടിയെന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആ വെളിപ്പാടിൽ കിട്ടണമെങ്കിൽ ആ കണ്ടീഷനിൽ ഞാൻ കർത്താവുമായിട്ട് ഇരിക്കണം. എന്നാലേ ആ ദൂത് വെളിപ്പെടുത്തി കിട്ടുള്ളൂ, എന്നാലേ അതിന് വ്യാഖ്യാനം കിട്ടുള്ളൂ, എന്നാലേ അത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു തീരുമ്പോൾ പിന്നീടത്തേൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിനെ സ്തുതിക്കാൻ പറ്റുന്നത്. അല്ല മാനുഷിക രീതിയിൽ നിന്ന് പ്രാപിച്ചിട്ട് വരുമ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇന്നവരല്ലേ, അവരുടെ അടുത്ത് ഇങ്ങനെ പറയാം, അവരെ വീട്ടിൽ ഇരുന്നിട്ട് കാണിക്കുന്ന കഥ എനിക്കറിയാം, അതനുസരിച്ച് ദൂത് പറഞ്ഞാൽ മതിയല്ലേ. അതല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഐ ഡിഡ് നോട്ട് റിസീവ് ഇറ്റ് ഫ്രം എനി മാൻ. ഞാൻ ഒരു മനുഷ്യരുടെ അടുത്തു നിന്നും പ്രാപിച്ചതല്ല. നോർ വാസ് ഐ ടോട്ട് ഇറ്റ്. എന്നെ പഠിപ്പിച്ചതുമല്ല. പിന്നെയോ ഞാൻ വെളിപ്പാടിൽ കൂടെ കിട്ടുകയാണ്. യേശു ക്രിസ്തു മുഖേന വെളിപ്പാടിൽ കൂടെ കിട്ടിയതാണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ വെളിപ്പാട് കിട്ടിയത് എനിക്ക് കിട്ടത്തില്ലല്ലോ. എനിക്ക് വെളിപ്പാട് കിട്ടണമെങ്കിൽ ആത്മാവ് ഉണ്ടാവണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ് റിവലേഷൻ. ആ വെളിപ്പാട് കിട്ടണം. ചുമ്മാ കണ്ണും പൊട്ടിത്തരുമ്പോൾ എന്തൊക്കെ പടം കാണുമ്പോൾ അത് വെളിപ്പാടല്ല. ആ വെളിപ്പാട് കിട്ടിത്തീരുമ്പോൾ ആ വെളിപ്പാട് വ്യാഖ്യാനിക്കാൻ കൂടെ കൃപ കിട്ടണം. പണ്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടറാണ്. പുള്ളിക്ക് വെളിപ്പാടുണ്ട്, വ്യാഖ്യാനമില്ലാന്ന്. ശരിയാണ്, വ്യാഖ്യാനം വേറൊരു ഗിഫ്റ്റാണ്. പുള്ളി വെളിപ്പാട് കിട്ടി പറയും. വ്യാഖ്യാനം പറയണമെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ഒരാൾക്ക് വ്യാഖ്യാനമുണ്ട്, അയാളാണ് വ്യാഖ്യാനം. ഇപ്പോൾ വെളിപ്പാട് എന്താണ്? ദോശ ഒരു സൈഡ് ഇട്ട ഷൂന്ന് സൗണ്ട് കേട്ടെന്നു. അർത്ഥം എന്താണ് വെളിപ്പാടിൽ? അതുകൊണ്ട് മറ്റാൾ എന്തോ പറയുന്നുണ്ട്, ഞാൻ അന്ന് തുടങ്ങിയ ഇടയ്ക്കേക്കാം. വെളിപ്പാട് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, വ്യാഖ്യാനി ഉണ്ടെങ്കിൽ വ്യാഖ്യാനിക്കട്ടെ. യെസ്. അതെങ്ങനെയാണ്? ഒരു സഭയിൽ കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മൾ വെളിപ്പാടിൽ കൂടെ കിട്ടിത്തരും, നമുക്ക് അറിഞ്ഞോടാ എങ്കിൽ അത് തരണം. പക്ഷേ ആ വെളിപ്പാടിന് കിട്ടിയ വ്യക്തിക്ക് തന്നെ വ്യാഖ്യാനം കൂടെ ഉണ്ടെങ്കിൽ എത്ര ക്ലിയറായിട്ട് സംസാരിക്കാം. അപ്പോൾ ആ കൃപാവരങ്ങൾ വരുമ്പോൾ എല്ലാം ഉണ്ട്. അന്യഭാഷ പറയുമ്പോൾ അതിനും വ്യാഖ്യാനം ഉണ്ടാവണം. ആ ഗിഫ്റ്റ് അതിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞത്. അന്യഭാഷ ഉള്ളവൻ വ്യാഖ്യാന വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ അന്യഭാഷ ഉള്ളവർ പ്രാർത്ഥിക്ക്. നിങ്ങൾ പറയും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യം വന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് ഫീസ് കൊടുക്കാൻ കടം കിട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ
എന്നാൽ പിന്നെ കർത്താവ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞാണ്, അന്യഭാഷ ഉള്ളവൻ പ്രാർത്ഥിക്കട്ടെ, അവന് വ്യാഖ്യാന വരം കിട്ടാൻ വേണ്ടി. അത് മാത്രം കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ബാക്കി കിട്ടിയെന്ന് പറയുന്നത് ഉള്ളതാണ്. മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിന് നമ്മൾ ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ പൊട്ടത്തന്നെ നമ്മൾ തിരിച്ചറിയണം. ഇതാണ് തുടക്കം മുതലേ ഞാൻ പറയുന്നത്, അയ്യോ എനിക്കിതൊന്നും അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചുമ്മാ അങ്ങനെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ വന്നിരുന്ന് തരുമോ? കർത്താവ് ഇന്നത്തെ ദിവസം ഒരുക്കി. ഉറക്കം വരുന്നവരുണ്ടാ? ഹല്ലേലൂയ. I did not receive it from any man, nor was I taught it rather. I received it by revelation from Jesus Christ. For you have heard of my previous way of life in 13ാമത്തെ വാക്യം വെച്ച്, യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ പറയുന്ന പൗലോസിനെ പറ്റി എല്ലാവർക്കും അറിയാം. മുമ്പ് എങ്ങനെ ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ അറിയാം. അപ്പം ആ വ്യക്തിയായി മാറിയത്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചു. ദൈവത്തിൻ്റെ വിശ്വാസികൾ അവിടെ വരുന്നവരൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആൻഡ് ട്രൈ ടു ഡിസ്ട്രോയ് ഇറ്റ്, അതിനെ നശിപ്പിക്കാൻ വരെ ഞാൻ ശ്രമിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ചുമ്മാ ജനിച്ചപ്പോൾ ഇങ്ങനെ വന്നതല്ല. ഇതിൻ്റെ അടുത്തത് 14. പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം ശുഷ്കാന്തിയോടെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുന്നേറുകയും ചെയ്തു പോകുന്നു. യഹൂദ മതത്തിൽ അധികമായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ബാക്കി ഒരുപാട് കാര്യത്തിനൊക്കെ എതിർത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ പൗലോസ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആയിരുന്ന വ്യക്തിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. അല്ലാതെ ഞാൻ ജനിച്ചപ്പോൾ ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ വന്ന അങ്ങനത്തെ വ്യക്തിയല്ല. എന്നിട്ട് 15ാമത്തെ വാക്യം, ബട്ട് വെൻ ഗോഡ് ഹു സെറ്റ് മീ അപ്പാർട്ട് ഫ്രം മദേഴ്സ് വൂം ആൻഡ് കോൾ മീ by his grace was pleased to reveal his son to me so that I might 15ാമത്തെ വാക്യം വായിച്ചേ, നിർത്തി. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചത് എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ. വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള, എൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ കഷ്ടപ്പെട്ട, അത് ഈവൽ ആൾക്കാരുള്ളവരുടെ ഇടയിൽ അറിയിക്കാൻ വേണ്ടി അവൻ കർത്താവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി അത് പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസം രക്തത്തോടെ മനുഷ്യരോട് അവരടുത്ത് ആലോചിക്കുകയോ എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരായവരെ തിരക്കി പിടിച്ച് പോയി പഠിക്കാൻ വേണ്ടി പോയോ ചെയ്തില്ല. നേരെ അറേബ്യയിലേക്ക് പോവുകയും അവിടെ പോയി തിരിച്ച് ദമസ്കോസിൽ തിരിച്ച് മടങ്ങി വരികയും ചെയ്തു. എന്ന് വെച്ചാൽ ഞാനിത് ശുശ്രൂഷ കിട്ടി, എനിക്കിങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ എന്നെക്കാളും മുമ്പുള്ള അപ്പോസ്തലന്മാരുടെ അടുത്ത് തിരക്കിപ്പോയി അത് എങ്ങനെ ശുശ്രൂഷിക്കേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാനും പഠിക്കാനും ഒന്നും ഞാൻ പോയില്ല. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടാൻ ഒക്കത്തില്ല. ദൈവത്തിൽ നിന്ന് ആത്മാവ് പ്രാപിച്ചവർ പോയി ബൈബിൾ കോളേജിലും പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി എന്താ അവർ ഈ ടെക്സ്റ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, പ്രവൃത്തി വരാനടുത്ത് ആത്മാവ് ഉണ്ടെങ്കിലേ പ്രവൃത്തി നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. Was not to consult any human being. I did not go up to Jerusalem to see those who were apostles before me. എന്നെക്കാളും മുമ്പ് അപ്പോസ്തലനായിരുന്നവരെ അതിൽ കാണാൻ വേണ്ടി ഞാൻ ജെറുസലേമിലും പോയില്ല. ബട്ട് ഐ വെൻറ്റ് ഇൻ ടു അറേബ്യ. ഞാൻ പക്ഷേ അറേബ്യ എന്ന സ്ഥലത്ത് പോയി. ലേറ്റർ ഐ റിട്ടേൺ ടു ഡമസ്കസ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഡമസ്കസിൽ വന്നു. ദെൻ ആഫ്റ്റർ 3 years, 3 വർഷത്തിന് ശേഷം ഐ വെൻറ്റ് അപ്പ് ടു ജെറുസലേം. ഞാൻ 3 വർഷത്തിന് ശേഷം ജെറുസലേമിൽ വീണ്ടും പോയി.
ടു ഗെറ്റ് അക്യൂറ്റഡ് വിത്ത് കയാപ്പാസ്. 18ാമത്തെ വാക്യം വായിച്ചേ. മൂവാണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായ മുഖപരിചയമാകേണ്ടത് കേഫാവുമായിട്ട് മുഖപരിചയം ആവാൻ വേണ്ടി ഐ സ്റ്റേഡ് വിത്ത് ഹിം 15 days. ഞാൻ ആ കേഫാവിൻ്റെ ആയിട്ട് 15 ദിവസം കൂടെ നിന്നു. ഐ സോ നൺ ഓഫ് ദ അതർ അപ്പോസ്റ്റൽസ്. ഞാൻ ഒറ്റ അപ്പോസ്തലന്മാരെ അപ്പോൾ അവിടെ കണ്ടില്ല. ഓൺലി ജെയിംസിനെ മാത്രം കണ്ടു. ദ ലോർഡ്സ് ബ്രദർ, യേശുവിൻ്റെ സഹോദരനായ ജെയിംസിനെ കണ്ടു. ഐ അഷ്യൂർഡ് യു ബിഫോർ ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളുടെ അടുത്ത് സത്യം പറയാണ്. ദറ്റ് വാട്ട് ഐ എം റൈറ്റിംഗ് യു ഈസ് നോ ലൈ. ഞാൻ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നത്, ഞാനിപ്പോൾ എഴുതിക്കൊണ്ട് തരുന്നുകൊണ്ടിരിക്കുന്നത് അത് കള്ളമല്ല. അപ്പം അന്നും ആൾക്കാർ ഇങ്ങനെ ഉണ്ട്, ഇതൊക്കെ ചെയ്ത് തരുന്നാലും കള്ളമെന്നൊക്കെ പറയും, സംശയമാണെന്ന് പറയും. അത് ഒന്നുകൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നതൊന്നും കള്ളമല്ല. Then I went to Syria and Cilicia. പിന്നെ ഞാൻ മറ്റു 2 സ്ഥലത്ത് കൂടെ പോയി. ഐ വാസ് പേഴ്സണലി അൺനോൺ ടു ദ ചർച്ചസ് ഓഫ് ജൂഡിയ. ഞാൻ അവിടെ വ്യക്തിപരമായിട്ട് അവിടെ ഉള്ള ചർച്ചുകാർക്ക് എന്നെ തിരിച്ചറിയത്തില്ല. ദറ്റ് ആർ ഇൻ ക്രൈസ്റ്റ്. 22ാമത്തെ വാക്യം വായിച്ചു. യഹൂദയിലെ ക്രിസ്തു സഭകൾക്ക് ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. യഹൂദയിലെ ക്രിസ്തു സഭ, യഹൂദയിലുള്ള സഭകൾ ക്രിസ്തുവിൻ്റെ സഭ അത് ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് പൗലോസിനെ അറിഞ്ഞൂടായിരുന്നു. ഇപ്പോൾ ഫേമസ് അല്ലായിരുന്നു. ഫേമസ് അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അവർ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ മനസ്സിലാക്കി തരുന്നു, അത് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ആൾക്കാർ ഫേമസ് ആവാൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. 23. മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുൻപേ മുറിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നുവെന്ന് മാത്രം അവർ കേട്ടു. അവർക്ക് ഒരു കാര്യം മാത്രമേ അറിയാമല്ലോ, പണ്ട് നമ്മളെയൊക്കെ മുടിപ്പിച്ചും എതിരായിട്ട് പ്രസംഗിച്ചവർ ഇപ്പോൾ അവൻ കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതാണ് കർത്താവ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഏത് ഇതിലുള്ള വ്യക്തിയായാലും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ആൻഡ് ദേ പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് മീ. അവർ ദൈവത്തിന് മലയാളം വായിച്ച് സ്തുതിച്ചു ഞാൻ കാരണം. അവർ ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തി. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് പറയുന്നതാണ്, ആദ്യം കേട്ട സുവിശേഷം. നമ്മൾ വചനം കൂടുതൽ ലോകപരമായിട്ട് പഠിച്ച് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും, ഒരുപാട് ഡൗട്ടുകൾ വരും. പക്ഷെ ആത്മാവിന് വിട്ടുകൊടുക്കുക. ആത്മാവ് എന്ത് വെളിപ്പെടുത്തുന്നു, ആത്മാവ് എന്ത് നമ്മുടെ അടുത്ത് പറയുന്നു, അതിൻ്റെ ആഴങ്ങളിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് മർമ്മങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അത് വിളിച്ച് പറയാൻ അത്രയും നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുന്നെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് പറയുന്നു. സന്തോഷമുള്ളവർക്കൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു പാട്ട് പാടാം. മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ മാറില്ലവൻ മറക്കില്ലവൻ മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നെ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നെ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ
പോറ്റുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ പോറ്റുന്നവൻ പുലർത്തുന്നവൻ പാലിക്കുന്നോ പരമോന്നതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഈ താതൻ എൻ്റെ താതൻ ഈ താതൻ എൻ്റെ താതൻ. വേഗം വചനത്തിൽ കടന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5-ാം വാക്യം വരെ വായിക്കാം. ആ കാലത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരും രക്തം അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശിലോഹോമിലെ കോവരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഇരുന്ന അനേകർ വചനം കേട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കുറച്ച് പുരുഷന്മാരെന്നിട്ട് കർത്താവിനോട് ചോദിച്ചു. പീലാത്തോസ് മുഖേന കുറച്ച് പേർ മരിക്കുവാനിടയായി ആ സമയത്ത്. എന്നാൽ ആ സമയത്ത് നടന്ന മരണത്തിന് ഇങ്ങനെ നടന്നുവെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശുക്രിസ്തു അത് കേട്ട ഉടൻ തന്നെ കർത്താവ് അവരോട് പറഞ്ഞു, ഗലീലയിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ ഗലീലക്കാർ കുറച്ചുപേർ മരിച്ചപ്പോൾ, ആ ഗലീലയിൽ അവർ മാത്രമാണോ പാപികളായിരുന്നവർ? അല്ലെങ്കിൽ അവരുടെ അത്രയും ഗലീലക്കാരുടെ കൂട്ടത്തിൽ അവർ വലിയ പാപികളായിരുന്നു, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് വ്യക്തമാക്കി അവിടെ പറയുക, അല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ എല്ലാവരും ഇങ്ങനെ നശിച്ചു പോകും. പിന്നെയും കർത്താവ് ഒരു ഉദാഹരണം, പിന്നെയും ഒരു സംഭവം കൂടെ കർത്താവ് അവിടെ പറയുകയാണ്. ശിലോഹോമിലൊരു ഗോപുരം വീഴുകയും അവിടെ 18 പേർ മരിക്കുവാനിടയായി. ഈ 18 പേർ മരിക്കാൻ കാരണം അവർ പാപികളായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവരെക്കാട്ടും പാപികൾ വേറെ ഇല്ലാത്തത് കൊണ്ടാണോ ഇവർ മാത്രം മരിക്കാനിടയായത് എന്ന് വ്യക്തമായി കർത്താവ് ചോദിച്ചിട്ട് പറയാം, അല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ ഇതുപോലെ എല്ലാവരും നശിച്ചു പോകും. ഈ ഭാഗം വ്യക്തമാക്കി കർത്താവിടെ പറയുന്നതിനൊരു വലിയൊരു ഉദാഹരണം, ഒരു ഉദ്ദേശമുണ്ട് കർത്താവിടെ പറയുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കും, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് വരുമ്പോഴാണ് നമ്മൾ എടുക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് ഇവിടെ വ്യക്തമാക്കിയിട്ട് പറയുക, നമ്മുടെ മരണം ഏത് സമയത്തും സംഭവിക്കാം. എന്നാൽ മരിക്കുന്നതിന് തൊട്ട് മുന്നേ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടാതിരുന്നാൽ, നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, ശാരീരിക മരണമായ നമ്മുടെ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, മാനസാന്തരപ്പെടാതിരുന്നാൽ ഏതൊരു വ്യക്തിക്കും ഇത് തന്നെ സംഭവിക്കും. കുറച്ചുകൂടെ കർത്താവ് വ്യക്തമാക്കി പറയുന്നൊരു ഭാഗം ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി 2 സംഭവം കർത്താവ് വ്യക്തമാക്കി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്കും സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കർത്താവ് ഒരു ഭാഗം പറയുന്നുണ്ട്. 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് കർത്താവ് വ്യക്തമാക്കി പറയുന്നത്, ഈ ഗലീലക്കാർ മരിക്കുവാൻ കാരണം, അല്ലെങ്കിൽ ഈ ശിലോഹം ഗോപുരം വീണ് 18 പേർ മരിക്കുന്നത്, അവർ ഏറ്റവും വലിയ പാപികളായതുകൊണ്ടല്ല അവർ മരിച്ചത്. ഇങ്ങനൊരു മരണം അവർ ഭൂമിയിൽ സംഭവിക്കാനിടയായത്. എന്നാൽ ഇങ്ങനെയുള്ളവർ എങ്ങനെ മരിച്ചാലും, ഏത് സാഹചര്യത്തിൽ മരിച്ചാലും, എങ്ങനെ അവർ മരിച്ചാലും, ഈ ഭൂമിയിൽ മരിച്ചാലും, അതിന് മുന്നേ മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾക്കും ഇത് തന്നെ സംഭവിക്കും. കർത്താവ് വ്യക്തമാക്കിയിട്ട് പറയേ, നമുക്കിവിടെ തന്നിരിക്കുന്ന സമയം, ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന സമയം, നമ്മൾ കർത്താവ് യേശുക്രിസ്തു വരുവാൻ താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും മരിക്കും. ഒരു നാൾ നമ്മളെല്ലാവരും മരിക്കും എന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ ഒരു നാൾ നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ, അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോട് ജീവിച്ചാൽ നിങ്ങൾക്ക് നിത്യതയിലെത്താൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഈ ഭൂമിയിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും എല്ലാവരും ഈ മരണത്തിന്, ഈ പാപത്തിൻ്റെ അടിമയിൽ തന്നെ നമ്മളും അങ്ങനെ ആയിപ്പോകും.
കർത്താവ് ഈ സംഭവം പറഞ്ഞിട്ട് കർത്താവ് വ്യക്തമാക്കിയിട്ട് താഴെ ഒരു ഉപമ നമ്മളോട് വായിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണാം. കർത്താവ് ഈ ഒരു സംഭവം വ്യക്തമാക്കി അവിടെ ഇരിക്കുന്നവരോട് പറയേ, മാനസാന്തരപ്പെടാതിരുന്നാൽ എല്ലാവരും ഇങ്ങനെ തന്നെ നശിച്ചു പോകും. എന്നാൽ നമ്മൾ വചനം വായിച്ചു വരുമ്പോൾ വ്യക്തമാക്കി അറിയാം, കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്നേ തന്നെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു തുടങ്ങിയ ഒരു സംഭവമാണ്, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം സമീപിക്കുകയാകിയാൽ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് മത്തായി സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ തന്നെ 4-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ കർത്താവ് യേശുക്രിസ്തു 17-ാം വാക്യത്തിൽ പറയുന്ന പോലെ കർത്താവ് യേശുക്രിസ്തു ആ ശുശ്രൂഷ പിന്നത്തേതിൽ കണ്ടിന്യൂ ചെയ്യുകയും കർത്താവ് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരായ പത്രോസ് ഇത് പറയുവാനിടയായി. 3-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുമ്പോൾ നമുക്കിത് കാണാം. ഇവിടെ എല്ലായിടത്തും സംസാരിക്കുന്നതും യോഹന്നാൻ സ്നാപകൻ തൊട്ട് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്ത ഇതേ ശുശ്രൂഷ തന്നെയാണ് കർത്താവ് ഇവിടെയും പറയുന്നത്. മാനസാന്തരപ്പെടാതിരുന്നു കഴിഞ്ഞാൽ നാം എല്ലാവരും നശിച്ചു പോകും. എന്നാൽ ഇവിടെ കർത്താവ് വ്യക്തമാക്കിയ ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. കർത്താവ് പലയിടത്തും ഉപമകളായിട്ട് പല കാര്യങ്ങൾ വ്യക്തമാക്കി ഉപമകളിൽ കൂടെ ജനത്തോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഉപമ വെറും തള്ളിക്കളയേണ്ട ഒരു സാധനമല്ല. നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് കർത്താവ് മുന്നമേ ഒരു ഉപമയിൽ കൂടെ കർത്താവ് പറയും. നമ്മൾ ഉപമ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കഥയായിരിക്കും കർത്താവ് പറഞ്ഞത്. അല്ല, കഥയല്ല. ഏത് ഉപമ എടുത്തു നോക്കിയാലും നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിനെ കർത്താവ് വ്യക്തമാക്കി ഉപമയിൽ കൂടെ വെളിപ്പെടുത്തി. കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോഴും എല്ലാം ഏതൊരു ഉപമയും പറയുമ്പോഴും കർത്താവ് അത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് വ്യക്തമാക്കി പറയുകയാണ്. എന്നാൽ ഇവിടെ കർത്താവ് ഇത് പറയുമ്പോഴും താഴെ വ്യക്തമാക്കി ഉപമയിൽ കൂടെ കർത്താവിടെ വ്യക്തമാക്കി പറയാണ്. ആ 6-ാം വാക്യം തൊട്ട് 9-ാം വാക്യം വരെ ഒരു വ്യക്തമാക്കിയ ഒരു ഉപമയിൽ കൂടെ പറയുക. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞ് വന്നു കണ്ടില്ലാതാനും എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഒരു ഉപമ അവർ പറയുമ്പോൾ ഒരു ഉപമയിൽ വ്യക്തമാക്കി പറയാണ്, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവിടെ ആ ഭാഗത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ എവിടെയോ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കൽ അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുകയാണ്, ഒരു പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഫിഗ് ട്രീ അല്ലെങ്കിൽ അത്തിയുടെ ഒരു മരം വെച്ച് വളർത്തിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിച്ച് വായിക്കണം. ഒരുത്തനെ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ മുന്തിരിത്തോട്ടത്തിൽ തന്നെ കൊണ്ട് നട്ടതാണ് അല്ലെങ്കിൽ വലുതാക്കിയതാണ് ഈ അത്തിവൃക്ഷം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ കർത്താവ് പല ഉപമകളിലും വ്യക്തമാക്കി ഉദാഹരണത്തിൽ കൂടെ എല്ലാം കഥയിൽ കൂടെ ഒക്കെ പറയുമ്പോഴും മുന്തിരിത്തോട്ടത്തിന് കർത്താവ് സ്വർഗരാജ്യത്തിനെ കുറിച്ചൊക്കെ വളരെ അടിസ്ഥാനമായിട്ടാണ് കർത്താവ് മുന്തിരിത്തോട്ടത്തെ വെച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോഴും ഈ മുന്തിരിത്തോട്ടത്തിനെ കുറിച്ച് വ്യക്തമാക്കി കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിന് അത്ര പ്രാധാന്യം കർത്താവ് യേശുക്രിസ്തു എല്ലായിടത്തും എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു അത്തിവൃക്ഷം കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വ്യക്തമാക്കി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മുന്തിരിത്തോട്ടത്തിൽ ഒരു മരം അത്തിയുടെ ഒരു വൃക്ഷം കൊണ്ട് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഈ അത്തിയെ എത്രത്തോളം ഒരു കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ നമ്മളൊരു വ്യക്തി എന്ന് കർത്താവോട് പറയുന്നത് താഴെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഉപമയിൽ കൂടെ വ്യക്തമാക്കി പറയുന്നത്. ആ തോട്ടക്കാരനായി കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആ ഉപമയിൽ കൂടെ വായിച്ചു വരുമ്പോൾ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാകാം. എന്നാൽ കർത്താവ് ഇവിടെ വ്യക്തമാക്കി പറയേ, ആ ഒരു മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഒരു അത്തിവൃക്ഷത്തിനെ നട്ട് വളർത്തിക്കൊണ്ട് വരുവാന് അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു തോട്ടക്കാരനെ വെള്ളം നനയ്ക്കുവാനും കിളച്ച് മറിക്കുവാനും ഏൽപ്പിച്ചിരിക്കുക. കുറച്ചും കൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു വേദപുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവവചനം വായിച്ചു വരുമ്പോൾ വ്യക്തമാക്കി അറിയാം, മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് കർത്താവ് തിരഞ്ഞെടുത്ത ജനത്തിനെയാണ് കുറച്ചും കൂടെ വ്യക്തമാക്കി കർത്താവ് ഉപമകളിൽ കൂടെ പലയിടത്തും കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് വ്യക്തമാക്കി ഈ ഭാഗം തന്നെ ഇതിന് അടിസ്ഥാനപരമായി പറയുന്നുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു അത്തിവൃക്ഷം നിൽക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ കൂട്ടത്തിൽ ഈ ഒരു അത്തിവൃക്ഷത്തെയും കർത്താവ് വളർത്തിക്കൊണ്ടുവരികയാണ്. ഈ വളർത്തിക്കൊണ്ടുവരുന്ന ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് കർത്താവ് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരിയെ കിട്ടുന്നത് പോലെ തന്നെയാണ് ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് അത്തീനെയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫിഗ് ട്രീയിൽ നിന്ന് കിട്ടുന്ന ഫലത്തെ കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, തൻ്റെ പിതാവായ ദൈവം ആ മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് ആ തോട്ടക്കാരനായ കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഞാൻ 3 വർഷമായി അല്ലെങ്കിൽ 3 സംവത്സരമായി ഞാൻ ഇവിടെ കടന്നു വന്നിട്ടും ഈ അത്തിയിൽ നിന്ന് ഒരു ഫലവും ഞാൻ കാണുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഈ അത്തിയിൽ നിന്ന് ഫലം കാണുന്നില്ലെങ്കിൽ നീ ഈ തോട്ടക്കാരൻ എന്ന നിലയിൽ ഇത് വെട്ടി മാറ്റിക്കളയുക. വെറുതെ ഈ നിലം വഷളാക്കി കളയുക, അല്ലെങ്കിൽ നിലം മെനക്കെടുത്തി കളയണ്ട എന്ന് പറഞ്ഞിട്ട് തോട്ടക്കാരനായ യേശു ക്രിസ്തുവിനോട് പറയേ അത് വെട്ടിക്കളയാം. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കാനും നമ്മളെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാൻ വേണ്ടി വന്നപ്പോൾ അത് വെട്ടിക്കളയാതിരിക്കാൻ വേണ്ടി കർത്താവ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് പറയാ, ഇല്ല, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കും, ഞാൻ ഇനിയും വെള്ളം ഒഴിച്ചിട്ട് ഒരാണ്ടും കൂടെ ഞാൻ നോക്കും, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാൻ പോവുകയാണ്. ഇനിയും ഞാൻ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു അവസരം എനിക്ക് തരണം. എന്തിനാ തന്നിരിക്കുന്നത്? ഈ അത്തിവൃക്ഷത്തെ ഞാൻ കിളച്ച് മറിച്ച് ഒന്നും കൂടെ ആ നിലത്ത് നല്ലതുപോലെ ആക്കിയിട്ട് വളമിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു എന്നെ ഏൽപ്പിച്ച ഈ തോട്ടം ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈ ഒരു അവസരം കൂടെ എനിക്ക് തരണമെന്ന് കർത്താവ് യേശു ക്രിസ്തു താൻ എന്നെ ഏൽപ്പിച്ച ഈ തോട്ടക്കാരൻ എന്ന നിലയിൽ പിതാവായ ദൈവത്തോട് പറയുക. എന്നാൽ പിതാവായ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. ഈ തോട്ടത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഫലം തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാക്കി ആ വചനത്തിൽ ഉപമയിൽ കൂടെ മനസ്സിലാകും. ആ ഫലം കാണാതെ പോകരുതെന്ന് കർത്താവ് യേശു ക്രിസ്തു വ്യക്തമാക്കി എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പിതാവായ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഫലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ അതിനുവേണ്ടി ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി എനിക്കൊരു സമയം കൂടെ തരണം. അപ്പോൾ ഈ അത്തിവൃക്ഷമായി തിരഞ്ഞെടുത്ത് നമ്മളെ ഇവിടെ കൊണ്ട് വന്നിരുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു വ്യക്തമാക്കി, ഞാൻ ആ ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. ഇവിടെ ഈ തോട്ടത്തിലും കർത്താവ് യേശു ക്രിസ്തു ഈ അത്തിവൃക്ഷത്തിനെ ഇവിടെ ആക്കിയിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മളിൽ ഫലം കാണാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഈ ഫലം നമ്മളിൽ കണ്ട് അത് പിതാവായ ദൈവത്തിൻ്റെ മുന്നാകെ വയ്ക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ കർത്താവ് ഈ സംഭവം പുരുഷാരത്തോട് പറയുമ്പോൾ ഈ ഉപമയും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഈ ഉപമ എന്തുകൊണ്ട് കർത്താവ് ആ ജനത്തോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഹന്നാൻ സ്നാപകൻ തൊട്ട് പറഞ്ഞ ഒരു സംഭവമാണ്, മാനസാന്തരപ്പെട്ട് നിങ്ങൾ ആ ഫലം കായ്ക്കുന്നവരാക്കി നിങ്ങൾ തീരണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണെന്ന് യോഹന്നാൻ സ്നാപകനിൽ കൂടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വ്യക്തമാക്കി എഴുതിയിരിക്കുന്നതും ജനത്തോട് പറയുന്നതും ഇത് തന്നെയാണ്. മാനസാന്തരപ്പെട്ട് നല്ല ഫലം കായ്ക്കുന്നവരാക്കി നിങ്ങൾ തീരണം. ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവും പറയുകയാണ്, മാനസാന്തരപ്പെടാൻ നിങ്ങളെല്ലാവരും നശിച്ചു പോകും. നമ്മൾ മാനസാന്തരപ്പെട്ടാൽ, തിരഞ്ഞെടുക്കപ്പെട്ട ഈ മുന്തിരിത്തോട്ടത്തിൽ നമ്മളെ കൊണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫലം കായ്ക്കുന്നവരാക്കി കാണാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ഈ പാപത്തിൽ നമ്മൾ അടിമയപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ ഈ വൃക്ഷത്തിൽ നിന്ന് കർത്താവ് നമ്മളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്പെക്റ്റേഷൻ കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ നിലയിലേക്ക് നമ്മൾ ആയിത്തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ എക്സ്പെക്റ്റേഷൻ്റെ നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ, നമ്മൾ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡായി നമ്മളെ ഈ മുന്തിരിത്തോട്ടത്തിൽ നടുവിൽ കൊണ്ട് വളർത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്, നമ്മൾ തന്നെ വളർന്നു വന്നതായിട്ട് നമ്മൾ ചിന്തിക്കരുത്. കർത്താവ് പറയും, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ എവിടെയോ വളരേണ്ട നമ്മളെ ഈ മുന്തിരിത്തോട്ടത്തിൽ നടുവിൽ കൊണ്ട് നമ്മളെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ പ്ലാൻ ചെയ്തിരിക്കുന്ന ഉദ്ദേശം വേറൊന്നുമല്ല. ഈ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തു വരെ ഞാൻ തന്നെ വെള്ളം നനച്ച് ഈ വളമെടുത്ത് ഞാൻ ഈ വൃക്ഷത്തിൽ തന്നെ ഫലം കായ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ വളരേണ്ട നമ്മളെ ഈ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ട് നമ്മളെ പ്ലാൻ ചെയ്തിരിക്കുക. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമ്മൾക്കുള്ളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല, മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ല മാനസാന്തരപ്പെടാതിരുന്നു കഴിഞ്ഞാലും, മാനസാന്തരപ്പെട്ടിട്ടും ഫലം കായ്ക്കാത്തവരായിരുന്നു കഴിഞ്ഞാലും ഇതെല്ലാം സെയിം തന്നെയാണ് കർത്താവ് വചനത്തെ കൂടി മനസ്സിലാക്കി തരിക. എന്നാൽ മാനസാന്തരപ്പെട്ട് ഗലീലയിലുള്ള അനേകരെക്കാട്ടും ഇവർ നശിച്ചു പോകുന്നത് ഇവർ മാത്രം പാപം ചെയ്തുകൊണ്ടല്ല, ഇവർ മാത്രം ആ കെട്ടിടത്തിൽ നിന്ന് 18 പേർ മരിച്ചതെന്ന് മാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മാനസാന്തരപ്പെടാൻ എല്ലാവരും ഇതുപോലെ തന്നെ സംഭവിക്കും. എന്നാൽ മാനസാന്തരപ്പെട്ട നിങ്ങളോ, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ ഈ മുന്തിരിത്തോട്ടം കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതും എക്സ്പെക്റ്റേഷൻ വേറൊന്നുമല്ല, നമ്മളിൽ ഫലം കാണണം. ഈ ഫലം കാണുന്നതിൽ മാത്രമേ, മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾ നിത്യതയിൽ, ഇന്ന് നമ്മൾ മരിച്ചാൽ അല്ലെങ്കിൽ കർത്താവ് വരുവാൻ താമസമായാൽ, നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം നമ്മൾ ഇന്നത്തോടെ അവസാനിച്ചാലും നമ്മൾ ഫലമുള്ളവരായി, മാനസാന്തരപ്പെട്ട് നല്ല ഫലങ്ങളുള്ളവരായി ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആകാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ നമ്മളായാൽ നിത്യതയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വാക്തത്വമായ നിത്യതയിലെത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആയിത്തീരുവാൻ നമ്മളെ തന്നെ ഒരുങ്ങിയെടുക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം, ആരാധിക്കാം, നമുക്കാരാധിക്കാം.
നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം. അതരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തമെന്ന് പാവം മോചിച്ചല്ലോ. യേശുവിന്റെ രക്തമെന്ന് രോഗം നീക്കിയല്ലോ. അവൻ കരതലത്തിൽ നമ്മെ വഹിക്കുന്നതാൽ എനിക്കാകുലലേശമില്ല. അവൻ കരതലത്തിൽ എന്നെ വഹിക്കുന്നതാൽ എനിക്കാകുലലേശമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിൻ നൽബലമോ എന്നിൽ നിറച്ചിടണേ. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നേ. ആത്മനദിയിൽ നിത്യം നവ്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ